നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെയൊക്കെ ഭാവി സുരക്ഷിതമാക്കാനാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് ഞാൻ പറയുള്ളൂ. കള്ളു കുടിച്ചൊക്കെ നടന്നിരുന്ന പേരൻസിൻ്റെ മക്കൾ കള്ളു കുടിക്കില്ല, കാരണം വെച്ചാൽ അവർ ഓൾറെഡി ആ ഒരു ജീവിതത്തിൻ്റെ കയ്പ് അറിഞ്ഞിട്ടുണ്ട്, ഇനി അവർ തൊടില്ല എന്നൊക്കെ പറയില്ലേ. അതേപോലെ ഇവൻ്റെ ലൈഫിൽ ഇവൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അച്ഛൻ ഇവരെ മക്കളെയും കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ല, അമ്മേനൊന്നും അച്ഛൻ ഞങ്ങളെയും മക്കളെയും നോക്കി, ഞങ്ങളെയും അമ്മേനെയും നോക്കിയിട്ടില്ല എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നൊരു വ്യക്തി, ആ കുട്ടികളെ എത്രയധികം സ്നേഹിച്ചിട്ട് നമ്മൾ വീഡിയോയിലൂടെയൊക്കെ കണ്ടിരുന്നൊരു വ്യക്തി. അടുത്തൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ബിഗ് ബോസ് എന്നുള്ള പറഞ്ഞ് ഞാൻ വെക്കുന്നു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. യെസ്, അങ്ങനെ മല്ലു ഫാമിലിയാണ് നമ്മൾ അന്നത്തെ വീഡിയോയുടെ ടോപ്പിക് കേട്ടോ. നോക്കൂ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുവിധം എല്ലാവരും വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ പല ക്രിയേറ്റേഴ്സിൻ്റെയും വീഡിയോസ് കണ്ട സമയത്ത് അല്ലെങ്കിൽ കമൻസ് ഒക്കെ കണ്ടപ്പോൾ പലരും സംസാരിക്കാത്ത അല്ലെങ്കിൽ സംസാരിച്ചിട്ട് ഞാൻ കാണാത്തതായിട്ടുള്ളൊരു ആംഗിളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർ ബിഗ് ബോസിൻ്റെ ആരാധകരാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം റിയാലിറ്റി ഷോ കാണുന്നവരാണ്. അപ്പോൾ അതുമായിട്ട് ഇതിനെന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്നുള്ള ഒരു രീതിയിലുള്ളൊരു തോന്നലാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വീഡിയോ ആണ് കേട്ടോ. വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. സോഷ്യലി ഭയങ്കര റെലവൻസ് ഉള്ള കോണ്ടന്റ് ഒന്നല്ല, പക്ഷേ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. മല്ലു ഫാമിലിയിലെ സുജിനും ഭാര്യ പൊന്നൂസും രണ്ടുപേരും പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്, അവരിനി ലീഗലി ഡിവോഴ്സ്ഡ് ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പോസ്റ്റ് ആദ്യം തന്നെ ഇവൻ്റെ സുജിൻ്റെ പോസ്റ്റ്, ഡിയർ ഫ്രണ്ട്സ്, ഐ വോണ്ട് ടു ഷെയർ സംതിങ് പേഴ്സണൽ വിത്ത് യു. സുഹൃത്തെ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആരും പബ്ലിക്കിൽ വന്ന് ഷെയർ ചെയ്യില്ല. ഇത് പേഴ്സണൽ കാര്യമല്ല. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിൽ കുടുംബക്കാർ അങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ കുടുംബം പോട്ടെ, നിങ്ങളുടെ വളരെ ക്ലോസ്ഡ് സർക്കിളിൽ വെക്കുന്ന ഒരു സംഭവത്തിനാണ് പേഴ്സണൽ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളിത് പുറത്തേക്ക് ആരെങ്കിലും മുന്നിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് പിന്നെ അതൊരു പേഴ്സണൽ കാര്യം അല്ലാതായി മാറുന്നു. എല്ലാവിധ ആൾക്കാർക്കും അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് നിങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കുകയാണ്. ഓക്കെ, എന്തായാലും വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഈ സുജിൻ്റെയും പോസ്റ്റ് ഉണ്ട്, സുജിൻ്റെ ഭാര്യയുടെയും പോസ്റ്റ് ഉണ്ട്. ഈ രണ്ട് പോസ്റ്റ് നമ്മൾ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള ചില സംശയങ്ങൾ, പ്രത്യേകിച്ച് ഇവരുടെ പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സ് അവരുണ്ടാക്കുന്ന കോൺട്രവേഴ്സി, അവരെന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു. നമ്മളിതിന് മുന്നേ പല കേസും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മല്ലു ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ അവർ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനത്തെ ഗിമ്മിക്സ് ആണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്, സ്വന്തം ജീവിതം വെച്ചിട്ട്, അതായത് സ്വന്തം ജീവിതം സെൻസ് ഭാര്യ, ഭർത്താവ്, 2 കുട്ടികൾ, നാളെ അവരും വളർന്നു വരേണ്ടതാണ്, അവർക്കൊരു ഫ്യൂച്ചറുള്ളതാണ്, നാളെ സമൂഹം അവരെങ്ങനെ നോക്കിക്കാണും എന്നൊക്കെ രീതിയിലൊക്കെ ചിന്തിക്കേണ്ട ആൾക്കാരാണ് മാതാപിതാക്കൾ, അല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ സ്വന്തം ജീവിതം വെച്ചിട്ട് ഇത്രയും എക്സ്ട്രീം ലെവൽ വരെ പോവാവുന്ന ചില യൂട്യൂബേഴ്സിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സുജിൻ എന്ന് എനിക്ക് പേഴ്സണൽ അഭിപ്രായമുണ്ട്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം സ്വന്തം ഭാര്യയുടെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് പോലും വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, സീരിയസ്ലി. അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഫ്രണ്ടായിട്ട് പറയട്ടെ. ഇയാൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ഇവൻ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഡിവോഴ്സിൻ്റെ പോസ്റ്റും അവർ അവരിപ്പോൾ ഉണ്ടായിട്ടുള്ള അവർ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നമുക്കറിയില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രം പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് കാര്യം കൊണ്ടുവന്നിട്ടുകൊണ്ട് മാത്രം സംസാരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇത് അടുത്ത ഒരു നാടകമാണ് എന്ന് എനിക്ക് എന്തോ പേഴ്സണലി എവിടെയോ ഒരു ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യമാണ്, എവിടെയോ ഇവരിത് ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊരു സംശയം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ബിഗ് ബോസിലേക്ക് കൺസിഡർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരിക്കാം ഒരുപക്ഷെ സുജിൻ. കാരണം സുജിന് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു വൈഫാണോ വരുന്നത് അറിയില്ല. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ മലയാളികളുടെ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഫെയിം ആഗ്രഹിക്കുന്ന, പണം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കാം. അവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. ഓക്കെ, അതിലേക്ക് നയിക്കുന്ന കോൺട്രവേഴ്സീസാണ്. ഇത് ഏറ്റവും ബെസ്റ്റ് കോൺട്രവേഴ്സിയാണ്. ഇതിനി എത്ര സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നത്തെ അവരുടെ സിറ്റുവേഷൻ വെച്ചിട്ടും ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ സിറ്റുവേഷൻ വെച്ചിട്ടും എന്നെപ്പോലെ മറ്റുള്ളവരുടെ രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഡെഫിനറ്റ്ലി ഇതെടുത്ത് സംസാരിക്കും. ഒരുപാട് മീഡിയ ഇത് ന്യൂസാക്കും. എനിക്കൊന്ന് ഏഷ്യാനെറ്റിൽ വരെ ഇതിൻ്റെ ന്യൂസ് വന്ന് കണ്ടു. പോട്ടെ, എന്തായാലും എന്താണ് സുജിൻ എഴുതിയെന്ന് നോക്കാം. മാത്രമല്ല പൊന്നൂസിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആത്മഹത്യകളും കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നി ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനം ആണ് പിരിയാമെന്ന്. ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ഇനി ഇതിൻ്റെ പേരിൽ ആരും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടോ നെഗറ്റീവ് കമൻസുകൾ, ട്രോൾ വീഡിയോകൾ ഉണ്ടാക്കി വരരുത്. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കില്ല എന്നാണ് പറയുന്നത്.
നിങ്ങൾ പേഴ്സണൽ, ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വയ്ക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ പറയും. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ വീട്ടിൽ വെക്കേണ്ട കാര്യങ്ങൾ ലൊക്കാലിറ്റി പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ചർച്ച ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വലിയൊരു ബിഗർ സ്പേസ് ആണ്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡിയർ ഫ്രണ്ട്സ്, ഐ വോണ്ട് ടു ഷെയർ സംതിങ് പേഴ്സണൽ വിത്ത് യു. മൈ വൈഫ്, മലയാളത്തിലുള്ള വായിക്കാം അല്ലേ. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവെക്കണം. ഈ ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം ഫാമിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വ്യക്തിപരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് എക്സ്പോസ് ചെയ്യുക. പേഴ്സണലായിട്ടുള്ള സ്വകാര്യ ജീവിതത്തിലുള്ള ക്യാരക്ടേഴ്സിനെ, ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഇവരൊക്കെ ഒരു പ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പോപ്പുലർ ആയി കഴിഞ്ഞാൽ, പോപ്പുലർ ഇൻ ദ സെൻസ് നിങ്ങളിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലി, ഇപ്പോൾ വലിയ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ ഫാമിലിക്ക് നിങ്ങൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, അവർ നിങ്ങളുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലത്തെ ഓരോ ആൾക്കാരുടെ മുഖഭാവമാറ്റം, എന്താ പറയുക, അവരുടെ സംസാര രീതികൾ ഇതൊക്കെ മാറുന്ന സമയത്ത് ആൾക്കാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ വീട്ടിൽ പല ആൾക്കാരും കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഫാമിലി വ്ളോഗേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ വീട്ടിലൊരാളായിട്ടാണ്. അപ്പോൾ സ്വന്തം വീട്ടിലൊരാൾ വ്യക്തിക്ക് പെരുമാറ്റത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞു, അപ്പോൾ ഇന്ന ആളെ കണ്ടില്ല, കാണാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കാൻ പോകുന്ന ഒറ്റ കാര്യം, അത് സിമ്പിളായിട്ട് ആൾക്കാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും എന്തെങ്കിലും വ്യത്യാസം വന്നത്. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ പുറത്തേക്ക് പറയൽ നിർബന്ധിതരാകും. അത് വേറൊരു സിറ്റുവേഷൻ. ഇത് എനിക്കറിയില്ല ഇത്ര പേര്, കാരണം മല്ലു ഫാമിലിക്ക് പഴയ പോപ്പുലാരിറ്റി ഒന്നുമില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്നത്, മല്ലു ഫാമിലിക്ക് പഴയ പോപ്പുലാരിറ്റി ഒന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ഈ ചങ്ങനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള, അങ്ങനെ ഒരുപാട്, ഞാൻ വൈഫിൻ്റെ കാര്യം പറയുന്നില്ല, സുജിൻ്റെ കേസ് പറയുകയാണ്. റീസെൻ്റായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള അയാളുടെ കമൻസും കാര്യങ്ങളും, അയാളുടെ അടിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ട് ജനപ്രീതി ഉണ്ടായിരുന്നവർക്ക്, പക്ഷെ ഇപ്പം അത്രയും ആൾക്കാർ അവനെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ട്, വലിയൊരു വിഭാഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് ആര് ചോദിച്ചിട്ടാണ് എവിടെ നിന്നാണെന്നുള്ള ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പോസ്റ്റ് വായിക്കാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഇതിലിവൻ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ ഇവൻ്റെ വീഡിയോ കണ്ടു. ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം വീഡിയോയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞു എന്നാണോ അതിൻ്റെ അർത്ഥം, നിങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ അതേ പറഞ്ഞ വ്യക്തി തന്നെ കുറച്ച് ദിവസം കൊണ്ട് ഇത് കൊണ്ടുവരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഇനി അതിന്നൊരു ത്രെഡ് കിട്ടിയാണോ എന്നറിയില്ല. എനിക്കിത് വിശ്വസിക്കാൻ കുറച്ച്, ലീഗൽ ഡിവോഴ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കേസിൽ, മറ്റുള്ള കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഈ ഒരു കേസിൽ ലീഗലി ഇവർ ഡിവോഴ്സ് പേപ്പേഴ്സ് ഫയൽ ചെയ്ത് ഡിവോഴ്സ് ആയി എന്ന് കണ്ട, അതായത് ആ ഒരു എന്താ പറയുക കൂളിംഗ് പീരീഡോ എല്ലാം കഴിഞ്ഞ് ഡിവോഴ്സ് ആയി. ഇത് ഒരു കുടുംബവും പിരിയാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല കേട്ടോ, ഒരു തുള്ളി പോലും ഇല്ല. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് മക്കളെയാണ്, കുട്ടികളുണ്ട്. ഇവർ വലുതായി കഴിഞ്ഞാലും ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് കിടക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ തന്നെ, വീട്ടിലൊരു പ്രശ്നം നടന്നു, അയൽവക്കത്തെ അറിഞ്ഞു എന്നിരിക്കുക, അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാളെ ഈ കുട്ടികൾ ഈ ലൊക്കാലിറ്റിക്ക്, ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ ഒരു ഭയങ്കര മോശമാണ്, മാനക്കേടാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും രീതിയിൽ ഇത് പിന്നെ ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങുക സംഭവമൊക്കെ സത്യം തന്നെയാണ്. ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ്. ഈ ഓരോ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യം പറയും, ഇവരുടെ കാര്യം മാത്രമല്ല കേട്ടോ. നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെയൊക്കെ ഭാവി സുരക്ഷിതമാക്കാനാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്ന് ഞാൻ പറയുള്ളൂ, ഏറ്റവും മോശപ്പെട്ട കാര്യം. കാരണം ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കിടക്കും. നിങ്ങൾക്ക് നിങ്ങളെ പോസ്റ്റ് പിൻവലിക്കാൻ പറ്റുമായിരിക്കാം, എന്തും സംഭവിക്കുമായിരിക്കാം, നിങ്ങൾ നാളെ ഫേമസ് ആവുമായിരിക്കാം, നാളെ ചർച്ചയില്ലായിരിക്കാം. പക്ഷേ ഈ കുട്ടികളെ ഡെഫിനറ്റ്ലി ഇത് ഹോണ്ട് ചെയ്യും. അവർ പഠിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ആ കുട്ടികളെ ഇത് ഹോണ്ട് ചെയ്യാതിരിക്കില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇനി ഞങ്ങൾ രണ്ടുപേരും വളരെ വൈകാര്യമായൊരു സമയമായിരുന്നു. ശ്രദ്ധാപൂർവം ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഞങ്ങൾ ഈ തീരുമാനമെടുത്തു. ഈ കാലയളവിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞാൻ ദയയോടെ അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളും പോസ്റ്റുകളും ഇനി ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട ഇനി അഭിപ്രായങ്ങളും നിങ്ങളും പങ്കിടരുത്. നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്കും ദയയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുജിൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇത് ഡിസ്കസ് ചെയ്യുന്ന ഏതൊരു കോണ്ടന്റ് ക്രിയേറ്ററുടെ അടിയിലും വരുന്ന കമൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലും, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന കമൻസിൻ്റെ ആയിരിക്കണം പുറത്ത് വരുന്നത്, ഒരു റിഫ്ലക്ഷൻ പോലും ഇയാളുടെ ഈ ഒരു പോസ്റ്റിൻ്റെ അടി കണ്ടില്ല. വളരെ ചുരുക്കം കമൻസ് മാത്രമേ ഉള്ളൂ. ഡെഫിനറ്റ്ലി കമൻസ് മോഡറേറ്റഡ് ആണ്, അല്ലെങ്കിൽ കമൻസ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 2 പേര് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് പറഞ്ഞു, ഇങ്ങനെ ഉണ്ട് ബ്രോ ഇത് കമൻസ് ഇട്ടത്. അങ്ങനെയാണ് നമ്മളൊക്കെ വിഷയങ്ങൾ അറിയാറ്. ഇന്നലെ അറിയായല്ല, ക്ഷമിക്കണം, ചെയ്യാൻ ലേറ്റായിപ്പോയി. ഇനി അവരുടെ വൈഫിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്, ഇംഗ്ലീഷിലാണ്, ഞാൻ വായിക്കാം. വി ഹവ് ബീൻ റിസീവിങ് മെനി മെസ്സേജസ് ആസ്കിങ് ഫോർ അബൌട്ട് അവർ റിലേഷൻഷിപ്പ്. ഇത് ഈ സ്ത്രീ, ഇവരാണ് ആദ്യം പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ പോസ്റ്റ് 2 ദിവസം മുന്നേ വന്നു എന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ.
2 ദിവസം മുന്നെയാണ് ഈ വൈഫ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് തെറ്റാണെങ്കിൽ തിരുത്തണം കേട്ടോ. ആൻഡ് ആഫ്റ്റർ സ്റ്റേയിങ് സൈലൻറ്റ് ഫോർ ലോങ് ടൈം ഐ ഫീൽ ഇറ്റ്സ് ടൈം ടു സ്പീക്ക് ഫ്രം ദി ഹാർട്ട്. അതായത് ഒരുപാട് കാലം ഉണ്ടാതിരുന്നതിന് ശേഷം ഇനി ഇറ്റ്സ് തുറന്നു പറയാൻ, ഹൃദയത്തിൽ നിന്നെടുത്ത് സംസാരിക്കാൻ സമയമായി. കുറച്ച് പിന്നെ നാളുകളായി, മാസങ്ങളായി നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. ആൻഡ് ആഫ്റ്റർ മെനി tears, long thoughts and quiet battles within ourselves, we have decided to move forward with a legal divorce. ഒരു വ്യക്തി ലീഗലി ഇപ്പോൾ അവരെ പോലെ സന്തോഷമായി കഴിയാൻ സാഹചര്യങ്ങളുള്ള ഒരു കുടുംബം, ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. നമുക്കിതൊക്കെ കാണുന്നതുകൊണ്ട് മനസ്സിലാവും കേട്ടോ. സീരിയസ് ആയിട്ട് ലീഗലി ഈ സ്ത്രീയുടെ പോസ്റ്റ് ഒന്നും കൂടി സീരിയസ് ആയി തോന്നുന്നു. മറ്റേ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഒരുപക്ഷെ ചോദ്യങ്ങൾ കൂടുതൽ അവിടെ വരുന്നുള്ള കണ്ടീഷൻ കൊണ്ടാണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇത്രയും വളരെ നന്നായി പോയിരുന്നൊരു ഫാമിലി ഇങ്ങനെ സീരിയസ് ആയിട്ട് ലീഗൽ ഡിവോഴ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, കാരണങ്ങൾ ഞാൻ പറയുന്നില്ല, പല റൂമേഴ്സും ഞാൻ കേട്ടു, ഞാനതൊന്നും വീഡിയോയിൽ പറയുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഇത്ര സ്ട്രോങ് ആയിട്ട് ലീഗൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പുരുഷൻ്റെ ഭാഗത്തുനിന്ന് വേറെയുള്ള രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. മനസ്സിലായോ? നമുക്ക് ചില കാര്യങ്ങൾ പല ആൾക്കാരും പറയുന്നത് റൂമേഴ്സ് ആയിരിക്കാം, പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും അത്രയും ശക്തമായിട്ടുള്ള ഒരുപക്ഷെ ചിലപ്പോൾ മോറൽ സൈഡൊക്കെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണഗതിയിൽ ഇത്ര സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ വരിക. ദിസ് വാസ് നെവർ എ ഡിസിഷൻ മെയ്ഡ് ഇൻ ആങ്കർ. ദേഷ്യത്തിലെടുത്ത ഡിസിഷനല്ല, ഹെവി ഹാർട്ട്സ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കണ്ടതിന് ശേഷം എടുത്ത തീരുമാനമാണ്. ആൻഡ് ദ പെയിൻഫുൾ റിയലൈസേഷൻ ദാറ്റ് സംടൈംസ് ലവ് അലോൺ ഇസ് നോട്ട് ഇനഫ് ടു കീപ് ടു പീപ്പിൾ ടുഗെദർ. ഇന്നത്തെ കാലത്ത് ഒരാൾ നല്ല രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ സംസാരിച്ചു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് എഴുതിക്കൊള്ളണമെന്നില്ല. കാരണം ഇന്ന് ജെമിനിയും ChatGPT വാഴുന്ന കാലമാണ്. ChatGPT ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് വളരെ വികാരപരമായിട്ടല്ല എനിക്കൊരു സെപ്പറേഷൻ നോട്ട് എഴുതി തരൂ എന്നൊക്കെ ChatGPT പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ChatGPT നിങ്ങൾക്ക് വളരെ നല്ല ഒരു ലെറ്റർ തരുന്ന ഒരു കാലത്ത് എനിക്ക് ഈ എഴുത്തിലൊന്നും, ഞാൻ പണ്ടൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എഴുതി വായിച്ചു കഴിഞ്ഞാൽ വികാരഭരിതമായിട്ടുള്ള എഴുത്താണ്, അവർക്ക് മനസ്സ് തട്ടിയിട്ടുള്ള എഴുത്താണ് എന്നൊക്കെ ഞാൻ പണ്ട് പറയുമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഞാൻ ചിന്തിക്കാത്ത കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ChatGPT നമുക്ക് പറഞ്ഞുതരും. There was once a beautiful story filled with laughter, dreams and shared moments. അങ്ങനെ അവരുടെ പഴയ കാര്യങ്ങൾ പറയുകയാണ്. Today we are walking separate paths, quietly, respectfully and with the hope of finding calm within our lives. എന്തായാലും രണ്ടുപേരും പിരിഞ്ഞു. I kindly ask you all to respect our privacy and our silence. We need to heal. Okay, respect, no problem. The book has come to an emotional end, filled with beautiful chapters. Okay, and the Sujin Ponnu story, once full of love, smiles and countless memories, have now faded into a quiet goodbye. Some stories don't end with a loud endings. ഒക്കെ പറഞ്ഞിട്ട് വളരെ കാവ്യാത്മകമായിട്ട് അഗെയിൻ ChatGPT പോലത്തെ ഒരു സാധനം എഴുതി കൊടുത്താൽ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും അറിയില്ല കേട്ടോ, ഞാൻ അവരുടെ വിവരത്തെ ചോദ്യം ചെയ്യല്ല. ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ അടുത്ത് എഴുതിയായിരിക്കാം. എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് ബിക്കോസ് ദി ഓപ്ഷൻസ് അവൈലബിൾ. ഓക്കെ, നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനോട് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞിരുന്നു. എന്തായാലും ഇവരുടെ സ്റ്റോറി, രണ്ടുപേരും തമ്മിൽ സ്റ്റോറി എൻഡ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്തിട്ടുള്ള കമൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, യെസ് കേട്ടോളൂ. സുഹൃത്തുക്കൾ കൂടുതലായാലും കൊള്ളില്ല, അച്ഛൻ അമ്മേനെ മക്കളെ നോക്കിയില്ല എന്ന് പറഞ്ഞിരുന്ന മകൻ ഇപ്പോൾ ഭാര്യനെ മക്കളെ ഉപേക്ഷിച്ചു. വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇങ്ങനെ പറയില്ലേ, ഈ കള്ളു കുടിച്ചൊക്കെ നടന്നിരുന്ന പേരൻസിൻ്റെ മക്കൾ കള്ളു കുടിക്കില്ല, കാരണം വെച്ചാൽ അവർ ഓൾറെഡി ആ ഒരു ജീവിതത്തിൻ്റെ കയ്പ് അറിഞ്ഞിട്ടുണ്ട്, ഇനി അവർ തൊടില്ല എന്നൊക്കെ പറയില്ലേ. അതേപോലെ ഇവൻ്റെ ലൈഫിൽ ഇവൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അച്ഛൻ ഇവരെ മക്കളെയും കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ല, അമ്മേനൊന്നും അച്ഛൻ ഞങ്ങളെയും മക്കളെയും ഞങ്ങളെയും അമ്മേനെയും നോക്കിയിട്ടില്ല എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നൊരു വ്യക്തി, ആ കുട്ടികളെ എത്രയധികം സ്നേഹിച്ചിട്ട് നമ്മൾ വീഡിയോയിലൂടെ ഒക്കെ കണ്ടിരുന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു എന്താ പറയുക കുടുംബത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒന്ന് കൂടിയ ദഹനത്തിനുള്ള ഐറ്റംസ് വല്ലതും തരേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ലൈഫിൽ സ്വന്തം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്യട്ടോ. ഇത് അവരുടെ നാടകമാണ്, പണ്ടും ഇതേപോലെ ആയിരുന്നു. ഇതൊന്നും ഇവരുടെ വീഡിയോയുടെ അടിയിൽ എവിടെയും കാണുന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ മോഡറേറ്റഡാണ് ഞാൻ പറഞ്ഞ പോലെ. ഡിവോഴ്സ് പേപ്പർ കാണിച്ചാൽ പോലും വിശ്വസിക്കാൻ പ്രയാസം, കാരണം അത്രയും ഫ്രോഡ് ടീം ലോകത്തില്ല. ഇതാണ് ഒരുപാട് പേര് ലൈക്ക് ചെയ്ത് സംസാരിച്ചുള്ള കമൻസാണ്. ഈ കമൻസ് ഞാൻ എടുക്കുന്നത് മൂപ്പൻസ് വ്ളോഗിലെ ശരത് ഭായി മൂപ്പൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ അടിയിലാണ്. ഫേക്ക് ആയിരിക്കും, അതാണല്ലോ അവരുടെ റീച്ചിൻ്റെ ട്രിക്ക്. സീരിയസ്ലി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഐറ്റാണ്. കാരണം വെച്ചാൽ അവിടെ നമുക്ക് വേണ്ട റീച്ചാണ്. ഡെഫിനറ്റ്ലി എനിക്ക് ആർക്കാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ വേണ്ട റീച്ചാണ്. പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് പ്രഗ്നൻസി, ഡിവോഴ്സ്, കല്യാണം, കുട്ടി, ഇങ്ങനത്തെ സംഗതികളാണ് മെയിൻ സംഭവം.
വൺസ് യു ആർ സിംഗിൾ, നിങ്ങൾ സക്സസ്ഫുൾ ആവണോ, ഗെറ്റ് മാരീഡ്, ആ ഇട്ട് പോകും. പിന്നെ കൂടുതൽ റീച്ച് വേണമെങ്കിൽ വൈഫ് പ്രഗ്നൻ്റ് ആവുന്നു, പിന്നെ ഹസ്ബൻഡ് ശുശ്രൂഷിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കുന്നു. കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികളെ വളർച്ച, ആ ക്യൂട്ട്നെസ്സൊക്കെ ഏകദേശം ഒരുവിധ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം ഫോർ യു ടു തിങ്ക് അബൌട്ട് ഡിവോഴ്സ് കോണ്ടന്റ്. ഞാൻ അങ്ങനെ പറയല്ല, ഡിവോഴ്സ് ചെയ്യാതെ ഞാൻ പറയല്ല, പക്ഷേ ഇതൊരു ഫോർമാറ്റാണ്. പ്രത്യേകിച്ച് ഞാൻ ബിഗ് ബോസ് ഒരുപാട് 4 വർഷമായിട്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് വളരെ സീരിയസ്ലി. നമ്മളിപ്പോൾ 3-4 സീസൺ നമ്മൾ റിവ്യൂ ചെയ്തു, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നവർക്കറിയാം. ഇത് ബിഗ് ബോസിന് മുന്നോടിയായിട്ടുള്ള ഒരു ഗിമ്മിക്കാണോ എന്ന് എനിക്ക് വളരെ ഗൗരവമായിട്ട് സംശയമുണ്ട്. അങ്ങനെ തന്നെയല്ലേ പറയുക? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. അവൻ പോരാ, അവൻ്റെ പഴയ ഫ്രണ്ട്സിനെ അറിയാം. ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് കാരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ അവൻ ഇവിടെ ഒന്നുമില്ല. പണം കൂടുമ്പോൾ മനുഷ്യൻ്റെ അഹങ്കാരവും കൂടും. മുമ്പ് ഇവർ കള്ളം പറഞ്ഞു പിരിഞ്ഞു എന്ന് കണ്ടൻറ്റിന് വേണ്ടി ഇപ്പോൾ എന്താണ്? യെസ്, അവൻ ആസ് എ പാർട്ട്ണർ ഫെയിൽഡ് ആണ്. കുറേ കൂതറ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട്. സമാധാനമാണ്, പണമില്ലാതെ ഒന്നുമില്ല. ഓക്കെ, സുജിൻ്റെ ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിൽ കൈപിടിച്ച് കൂടെ വന്ന പെൺകുട്ടി നല്ല സമ്പത്ത് വ്യവസ്ഥയിൽ, ഇതൊക്കെ ഒരുപാട് പേര് സംസാരിക്കുമെന്ന് ഇവർക്ക് അറിയാത്ത കുഴപ്പമൊന്നുമില്ല. ഹി നോസ് വെരി വെൽ, അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എവ്രിബഡി ഹസ് ഗോട്ട് എ റൈറ്റ് ടു എക്സ്പ്രസ് ദിയർ ഓൺ ഒപ്പീനിയൻ. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരാളുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. പേഴ്സണലി നടക്കുന്ന ഒരു വോയിസ് കോളുകളോ ഒരു വോയിസ് ചാറ്റുകളോ പേഴ്സണലോടെ നമ്മളോട് പല ആൾക്കാരും പറയുന്നത് ഒന്നും എക്സ്പോസ് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടികളും ഞാൻ ചെയ്യാറില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ കൊണ്ടുവന്നിട്ടുള്ള കാര്യത്തിൽ നമുക്ക് പറയാനുള്ള അഭിപ്രായം വളരെ മാന്യമായിട്ട് പറയുന്നു. ഇതൊരു നാടകമാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്. ഞാൻ ചിന്തിക്കുന്നതാണ്, ഇത് മറിച്ചാവണമെന്നുണ്ടെങ്കിൽ ആയിക്കൂടാതില്ല, ആവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിവോഴ്സ്ഡായി, ലീഗലി ഞങ്ങൾ ഡിവോഴ്സ്ഡായി എന്നുള്ളത് പറയുക. പിന്നെ രണ്ടാമത് അടുത്തൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ബിഗ് ബോസ് എന്നുള്ള പറഞ്ഞ് ഞാൻ വെക്കുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ബിഗ് ബോസ് ഒരുപാട് കാണുന്ന ആളായതുകൊണ്ടാണെന്ന് അറിയില്ല. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. പിന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഇവരുടെ ഈ ഫാമിലിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റുള്ള വ്ളോഗേഴ്സ് ഉണ്ട്, അവരുടെ ചില ഇഷ്യൂസ് ഉണ്ട്. ഇതിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഞാൻ ഊഹിച്ചിട്ടും മറ്റുള്ളവരുമായി ഞാൻ പറയുന്നില്ല, നമുക്ക് പറയാത്ത കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ ഇതിന് ഒഴിവ് കിട്ടിയില്ല, ഇന്ന് രാവിലെ കുറിച്ച് കോണ്ടന്റ് നോക്കുന്ന സമയത്ത് പഴയ ഒരുപാട് കാര്യങ്ങൾ ഇതിനായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റുള്ള ഫാമിലി വ്ളോഗേഴ്സിന് വല്ല കണക്ഷൻ ഉണ്ടോ പറയാൻ പറ്റില്ല അല്ലേ? പക്ഷേ പറയാൻ പറ്റില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഇതൊരു നാടകമാവാനുള്ള ഒരുപാട് സാധ്യതകൾ, അനന്തമായ സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനൊക്കെ മുന്നേറാൻ പറ്റുക. കാരണം അത്രയും നല്ല രീതിയിൽ കത്തി നിന്നിരുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പണത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരിക്കും. മനുഷ്യൻ്റെ കാര്യമാണ്, തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ മോശമായ പരിപാടിക്കൊന്നും പോകുന്നില്ലല്ലോ, വേറെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഓൾറെഡി ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അതിനുള്ള ഇൻകം സോഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ വൺസ് വളരെ ഫേമസ് ആയിരുന്ന ആൾക്കാർ താഴേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെ ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. അപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം നമ്മൾ ചെയ്തിട്ട് വീഡിയോസ് അധികം കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പേഴ്സണലി ഫ്രസ്ട്രേഷൻ വരും. ആ ഫ്രസ്ട്രേഷൻ മറികടക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും മനുഷ്യൻ, നമ്മൾ പറയില്ലേ കരയ്ക്ക് പിടിച്ചിട്ടുള്ള മീൻ കിടന്നിങ്ങനെ പെടയുമെന്ന് അറിയില്ല, പല കാര്യങ്ങളൊന്നും വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യൻ്റെ മനസ്സാണ് അതിൻ്റെ ഉള്ളിൽ തോന്നിക്കും. അങ്ങനെ തോന്നിപ്പിച്ചിട്ടുള്ളൊരു കാര്യം ആണെങ്കിലും എനിക്ക് തോന്നുന്നു അതാണ് അവർ കുട്ടികളെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും പിരിയാന്ന് പറഞ്ഞാൽ ഇത്ര നല്ല കാര്യം. അത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള അല്ലേ കുട്ടികൾ അല്ലേ, 2 മക്കളാവുന്നു അല്ലേ. ആ പെൺകുട്ടിയുടെയൊക്കെ മുഖം ഇത്രയധികം ഒരു ലവിങ് ഫാദറാണ് ഇവൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവൻ ചെയ്യുമോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? ഒക്കെ പറയുന്ന സമയത്ത് പല ആൾക്കാർ പറയുമായിരിക്കാം ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ്. കാരണം വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളായിട്ട് ഇത് കൂട്ടിക്കൊടുക്കരുത്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ഡിവോഴ്സ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. ഒരുപാട് പേരിൽ കുറച്ചെങ്കിലും പേര് കാണുന്നുണ്ടായിരിക്കാം. കാണുമ്പോൾ നിങ്ങൾക്കും തോന്നാം എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇവൻ അല്ല കേട്ടോ, അവരുടെ ലൈഫ് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലിയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാരും ഇവരുടെ കുറിച്ചൊക്കെ പറഞ്ഞ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ ലൈഫായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്ത് ഫാമിലി വ്ളോഗ് അവരുടെ കാര്യങ്ങൾ അവർ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രം കാണിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാത്ത സമയത്ത് ഇവരുടെ ഒന്നും ലൈഫിൽ നമുക്ക് എൻ്റെ വീടിൻ്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ഞാൻ എന്നെ
എന്നെ അറിയുന്ന ക്ലോസ് ആയിട്ട് അറിയുന്നവർക്ക് പോലും അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു കാലത്ത് ക്യാമറ വെച്ച് പുറത്തേക്ക് വിടുന്ന സംഭവങ്ങൾ പുറം ലോകം ഒരു കാര്യം കൊണ്ടും നമ്പവേ കൂടാതെ. ഇത്രേ പറയുന്നുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വീഡിയോ ലെങ്ത് ചെയ്യാന്നുള്ള അറിയില്ല. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.